കണ്ണൂരിൽ വൻ MDMA വേട്ട. തയ്യിൽ സ്വദേശിയായ ദമ്പതിമാരിൽ നിന്നാണ് പോലീസ് മയക്കുമരുന്ന് പിടികൂടിയത്. 70 ഗ്രാമിലധികം MDMA കണ്ടെത്തി. ജില്ലാ ആശുപത്രി പരിസരത്ത് സിറ്റി പോലീസും ACP സ്ക്വാഡും നടത്തിയ റെയ്ഡിലാണ് MDMA പിടികൂടിയത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, വൻ മയക്കുമരുന്ന് വേട്ടയാണ് കണ്ണൂരിൽ. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, മയക്കുമരുന്ന് റാക്കറ്റിൽപ്പെട്ട ദമ്പതികളെയാണ് കണ്ണൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തയ്യിൽ സ്വദേശിയായ രാഹുൽ എന്ന ഷാഹുൽ ഹമീദ്, ഭാര്യ കുറ്റ്യാടി സ്വദേശി നജ്മ എന്നിവരെയാണ് കണ്ണൂർ സിറ്റി പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. 70.66 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിന്റെയും ACP പ്രദീപൻ കണ്ണിപ്പലിന്റെയും നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇന്ന് ഈ ജില്ലാ ആശുപത്രി പരിസരത്ത് ഇത്തരമൊരു പരിശോധന നടത്തിയത്. ഈ ബാംഗ്ലൂരിൽ താമസക്കാരാണ് ഈ ഷാഹുൽ ഹമീദും നജ്മിയും. ഇവർക്കൊപ്പം ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. സംശയം തോന്നാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഈ കുട്ടിയെ അടക്കം ഇവർ ഇതിന് കൂട്ടിയത് എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ സംശയിക്കുന്നത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്നുമായി എത്തി മറ്റാർക്കോ ഇത് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതികൾ ആ പരിസരത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഈ പ്രതികളിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ ഇടപാടുകൾ എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇവരുടെ പിന്നിൽ, എന്താണ് ഇവർക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ ഡാൻസ് ഓഫ് ടീമിന് പുറമെ കണ്ണൂർ സിറ്റി SI-മാരായ കരുണാകരൻ, മനോജ് കുമാർ, ASI T ശ്രീജിത്ത്, CPO-മാരായ പ്രമീഷ്, നിഷിത, മിഥുൻ എന്നിവരും ഈ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. ഇവർക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട്, കണ്ണികളുണ്ട്, ഈ റാക്കറ്റിന്റെ പ്രധാനി ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്.